ഹായ് ഹലോ. നമ്മളിന്ന് അമെൻമെൻറ്റിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാം അമെൻമെൻറ്റ് വർഷം എന്ത് കാരണം കൊണ്ട് അങ്ങനെ ഒരു മാറ്റം ഭരണഘടനയിൽ വരുത്തിയത് എന്നുള്ളത് പഠിച്ചു. പിന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് മാറ്റം വരുത്തിയതെന്നും പറഞ്ഞു. അതേപോലെ നമ്മൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റാണ് നോക്കുന്നത്, ഏഴാമത്തെ അമെൻമെൻറ്റ്. ഏഴാമത്തെ അമെൻമെൻറ്റിൽ വർഷം ഏതാണ്, അതിനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ കാരണങ്ങൾ എന്താണ്, ഏതൊക്കെ ഭാഗത്ത് നമ്മൾ ഭരണഘടനയിൽ ചേഞ്ച് വരുത്തി എന്നുള്ളതുമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും, അതായത് PSCയിലും പിന്നെ UPSCയിലും പിന്നെ ലീഗലായിട്ടുള്ള സ്പെഷ്യൽ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ള ഈ ഭാഗങ്ങളിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം. 1956 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് നിലവിൽ വരുന്നത്, 7ാം ഭേദഗതി നിലവിൽ വരുന്നത്. 1993 നമ്മുടെ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ രൂപീകരിച്ചു. ഭാഷാപരമായ ലിംഗ്വിസ്റ്റിക് ബേസിൽ സ്റ്റേറ്റ് റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇത് രൂപീകരിച്ചത്. ജസ്റ്റിസ് ഫസൽ അലിയായിരുന്നു ചെയർമാൻ. HN കുൻസ്രു, KM പണിക്കർ എന്നിവർ അംഗങ്ങളായിരുന്നു. ഇവർ 1955 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 1956 ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 7ാമത്തെ അമെൻമെൻറ്റ് നമ്മൾ ഭരണഘടനയിൽ 7ാമത്തെ അമെൻമെൻറ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഈ 7th അമെൻമെൻറ്റ് വരുന്നതിന് മുമ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ രാജ്യം ഭരണപരമായ ഒരു സൗകര്യത്തിന് വേണ്ടി, അഡ്മിനിസ്ട്രേഷൻ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ 4 രീതിയിൽ തിരിച്ചിട്ടുണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയത്? പാർട്ട് A സ്റ്റേറ്റ്, പാർട്ട് B സ്റ്റേറ്റ്, പാർട്ട് C സ്റ്റേറ്റ് ആൻഡ് പാർട്ട് D സ്റ്റേറ്റ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തത് പാർട്ട് A സ്റ്റേറ്റ് ബ്രിട്ടീഷ് പ്രൊവിൻസസ് ആയിരുന്നു, അതായത് നമ്മുടെ ബോംബെ, മദ്രാസ്, ബംഗാൾ പോലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അത് ഗവർണറായിരുന്നു അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഏതൊക്കെയായിരുന്നു? പ്രിൻസ്ലി സ്റ്റേറ്റ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പ്രിൻസ്ലി സ്റ്റേറ്റ്. പാർട്ട് B സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. അതേതൊക്കെയായിരുന്നു? ഹൈദരാബാദ്, മൈസൂര്, അതൊക്കെയായിരുന്നു പ്രിൻസ്ലി സ്റ്റേറ്റുകൾ. മൂന്നാമത്തെ പാർട്ട് C ഡിവിഷൻ ഏതൊക്കെയായിരുന്നു? ചീഫ് കമ്മീഷണർ പ്രൊവിൻസസും നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതൊക്കെയാ? ഡൽഹി, അജ്മീർ, കുർഗ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ പിന്നെ D ആണ് പാർട്ട് D, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. അപ്പോൾ ഇത്രയും ഡിവിഷനുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്, പല ബേസിലും നമ്മൾ ഇന്ത്യയിലെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പോറ്റി ശ്രീരാമലുവിൻ്റെ നേതൃത്വത്തിലുള്ള സമരവും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അവസാനമാണ് ഭാഷാപരമായ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്യാണ് എന്നുള്ളത് തീരുമാനിച്ചത്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഉള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ 50 നിലവിൽ വന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. കുറേയധികം മാറ്റങ്ങൾ വരുത്തുകയും കുറേയധികം ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ 7ാമത്തെ ഭേദഗതി പ്രകാരം. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടായ ഒരു ചേഞ്ചാണ് ആർട്ടിക്കിൾ 1 നമ്മുടെ ഈ പഴയ 4 ഡിവിഷനുകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ രാജ്യത്തിനെ സംസ്ഥാനങ്ങളായും യൂണിയൻ ടെറിട്ടറീസായും ഡിവൈഡ് ചെയ്തു എന്നുള്ളത്. പിന്നെ വന്നത് ആർട്ടിക്കിൾ 3 സംസ്ഥാനങ്ങളുടെ ഒരു പുനഃക്രമീകരണം എന്ന് പറയുന്നത് ഈ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ബേസിൽ കുറച്ചും കൂടെ സിമ്പിളാക്കി. പിന്നെ ആർട്ടിക്കിൾ 80 മാറ്റം വരുത്തിയത് രാജ്യസഭേൻ്റെ ഒരു സീറ്റ് പ്രാതിനിധ്യം എന്ന് പറയുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി ഒരേ രീതിയിലാക്കി. കൂടാതെ ആർട്ടിക്കിൾ 153 ഒന്ന് ശ്രദ്ധിച്ചോ, 153 അതുവരെ ഒരു സ്റ്റേറ്റിന് ഒരു ഗവർണർ എന്നുള്ളൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. മുൻപത്തെ ഘടന വെച്ചിട്ടുള്ളതാണ് പറയുന്നത്. അതിനുശേഷം എന്ത് മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഒരു ഗവർണർക്ക് ഒന്നിലധികം സ്റ്റേറ്റുകൾക്ക് ഉള്ള ചുമതല ആവാം എന്നുള്ള രീതിയിൽ മാറ്റം വരുത്തി. ഇപ്പോൾ അങ്ങനെ കാണുന്നില്ലേ നിങ്ങൾ അല്ലേ? ഒരാൾ തന്നെ 1-2 സ്റ്റേറ്റുകളുടെ ഗവർണർ ആവുന്നത് അങ്ങനെ മാറ്റം വരുത്തി. പിന്നെ 214, 231 ആർട്ടിക്കിളുകളിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഹൈക്കോടതിക്ക് തന്നെ ഒന്നിലധികം സ്റ്റേറ്റുകളുടെയും യൂണിയൻ ടെറിട്ടറീസിനെയൊക്കെ ജൂറിസ്ഡിക്ഷൻ ഉൾക്കൊള്ളിച്ച് നൽകി. നമ്മളിപ്പോൾ കേരള ഹൈക്കോടതിയാണ് ലക്ഷദ്വീപിൻ്റെ, യൂണിയൻ ടെറിട്ടറിയായ ലക്ഷദ്വീപിൻ്റെയും കൂടെ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് കേരള ഹൈക്കോടതിക്കാണ് അല്ലേ.
അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്ക് ചില മാറ്റങ്ങളും കൂടെ ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തി. ഇനി പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്ത ആർട്ടിക്കിൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നോക്കാം. അത് കുറച്ച് ഇമ്പോർട്ടൻസ് ആണ്, ഓർത്ത് വെക്കണം. അപ്പോൾ ഒന്നാമത് ഇൻസേർട്ട് ചെയ്ത ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 258A. അപ്പോൾ അതിൽ പറയുന്നത് കേന്ദ്രം, അതായത് കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പവർ. അപ്പോൾ കേന്ദ്രത്തിൻ്റെതായ ഒരു വിഷയത്തിൽ സ്റ്റേറ്റിനോട് പറയാണ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം, സ്റ്റേറ്റിന് കൈകാര്യം ചെയ്യാം. ഇതൊരു അഡ്മിനിസ്ട്രേഷൻ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് പവർ. അപ്പോൾ ഒരു ഭരണ സൗകര്യം കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു പവർ ഉണ്ട് എന്നുള്ളത് 258A പറഞ്ഞു. രണ്ടാമതായിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് 2 ആർട്ടിക്കിളാണ് 350A ആൻഡ് 350B, ക്യാപിറ്റൽ A ക്യാപിറ്റൽ B. ഇതിൽ പറയുന്നത് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള മൈനോറിറ്റീസ് ഉണ്ടാവുമല്ലോ, ആ ഗ്രൂപ്പിലുള്ളവർക്ക് പ്രൈമറി ലെവലിൽ മാതൃഭാഷയിൽ തന്നെ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് ലോക്കൽ അതോറിറ്റീസിനോടും സ്റ്റേറ്റിനോടും ഒക്കെ നിർദ്ദേശിച്ച ഒരു ആർട്ടിക്കിളാണ് 350A പറയുന്നത്. ഇനി അടുത്ത 350B എന്താണെന്ന് വെച്ചാൽ 350B ഈ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഗ്രൂപ്പിൻ്റെ പ്രശ്നങ്ങൾ അറിയാനും പരിശോധിക്കാനും ഒക്കെ വേണ്ടി, അവരുടെ റിപ്പോർട്ട് തയ്യാറാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് 350B പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുക, അവിടെയാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയാണ് ആ 2 ആർട്ടിക്കിൾ, പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. ഇതിൽ ഈ ആർട്ടിക്കിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ PSCയിലും UPSCയിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടായ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ നിന്നും വിരമിക്കുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജസിന് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ബാർ ഉണ്ടായിരുന്നു, അതായത് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഉണ്ടായിരുന്നു. ഈ ഒരു 7th അമെൻമെൻറ്റിൽ അത് മാറ്റി വേറെ ഏതെങ്കിലും ഹൈക്കോടതിയിലോ മറ്റുള്ള ഹൈക്കോടതികളിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജസിന് പിന്നെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതും ഈ ഒരു അമെൻമെൻറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പ്രൊവിഷൻ. പിന്നെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് പാർട്ട് 7 റിപ്പൽ ചെയ്തു എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 7 ആണ് കേട്ടോ. അത് ആദ്യത്തെ ഡിവിഷനിലെ പാർട്ട് B സ്റ്റേറ്റുകളിലായിരുന്നോ, ആ സ്റ്റേറ്റുകളെ കുറിച്ചായിരുന്നു. അപ്പോൾ അത് ആ പാർട്ട് 7 എന്നുള്ളത് റിപ്പൽ ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഈ 7ാമത്തെ അമെൻമെൻറ്റിൽ വരുത്തിയ മാറ്റങ്ങളും ഇൻസേർട്ട് ചെയ്ത പുതിയ ആർട്ടിക്കിളുകളും. പിന്നെ നമ്മുടെ പുതിയ ഒരു റീഓർഗനൈസേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ രാജ്യത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറീസുമാണ് 1956 നവംബർ 1 നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആ 14 സ്റ്റേറ്റ് ഏതാണെന്നുള്ളതും യൂണിയൻ ടെറിട്ടറീസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്, വേണ്ടവർ എടുത്ത് എഴുതി വെക്കുക. ഇത്രയും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്ന, അതായത് ലീഗൽ എക്സാംസിന് മറ്റുള്ള UPSCയിലാണെങ്കിലും വേറെ സ്റ്റേറ്റ്സിൽ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം 7ാം അമെൻമെൻറ്റിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് അല്ലേ. 7ാം അമെൻമെൻറ്റ് ആക്ടിൻ്റെ ഉദ്ദേശം നമ്മൾ പഠിച്ചു. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ C ആണ് ഉത്തരം. അടുത്തത് 7th അമെൻമെൻറ്റ് വഴി റദ്ദ് ചെയ്ത സ്റ്റേറ്റിൻ്റെ മുമ്പത്തെ ക്ലാസിഫിക്കേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചത് അല്ലേ. ഏതൊക്കെയാണ് അത് പഠിച്ചതാണ്. പാർട്ട് A, B, C, D സ്റ്റേറ്റുകൾ, അങ്ങനെയുള്ളൊരു ഡിവിഷനാണ് 7th റദ്ദാക്കിയത് അല്ലേ. യൂണിയൻ ടെറിട്ടറീസ് എന്ന ഒരു ആശയം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് അമെൻമെൻറ്റ് വഴിയാണ്? 7th അമെൻമെൻറ്റ് വഴിയാണ്. നമ്മൾ പഠിച്ചു ABCD എന്നുള്ള സ്റ്റേറ്റിൻ്റെ കാറ്റഗറി ഒഴിവാക്കിയതിൻ്റെ ശേഷം സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് കൊണ്ടുവന്ന് 7th അമെൻമെൻറ്റ് വഴി. അടുത്തത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ, സ്റ്റേറ്റിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ അനുമതി നൽകുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് നമ്മൾ ലാസ്റ്റ് പഠിച്ചു, 258A. അടുത്തത് ഈ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിന് അവർക്ക് പ്രൈമറി ലെവലിൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ രംഗത്ത് പ്രൈമറി ലെവലിൽ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നൽകണം എന്നനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 7th അമെൻമെൻറ്റിൽ വന്ന 350A ആണ്. അടുത്ത ചോദ്യം ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരു സ്പെഷ്യൽ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളാണ് 350B. 7th അമെൻമെൻറ്റ് പ്രകാരം സാധ്യമാക്കിയ ഹൈക്കോടതിയുടെ ഒരു സംവിധാനം ഏതാണ് എന്ന് ചോദിച്ചാൽ
ഓപ്ഷൻ സിയിലുള്ളതാണ് 2 or more സ്റ്റേറ്റ്സിന് ഒരു ഹൈക്കോർട്ട് അല്ലേ, 2 or more സ്റ്റേറ്റ്സിന് ഒരു ഹൈക്കോർട്ട് എന്നുള്ളതാണ്. ചില സ്റ്റേറ്റുകൾക്ക് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ നൽകുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ അതും 7th അമെൻമെൻറ്റിൻ്റെ ഒരു ചേഞ്ചാണ് കേട്ടോ. അത് ഭരണപരമായ സൗകര്യങ്ങളും പ്രാദേശിക പ്രത്യേകതയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ചില സ്റ്റേറ്റുകൾക്ക് സ്പെഷ്യലായിട്ടുള്ള പ്രൊവിഷനാണ്. അപ്പോൾ അത് ആർട്ടിക്കിൾ 371 പ്രതിപാദിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ് റീഓർഗനൈസേഷന് ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നിലവിലുള്ള നിയമങ്ങൾ ഒത്തുപോകാൻ വേണ്ടി, അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി പ്രസിഡൻറ്റിനൊരു പവർ കൊടുക്കുന്ന ആർട്ടിക്കിളാണ് 372A എന്നത്. അതായത് പാർലമെൻറ്റിൻ്റെ ഒരു പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക, ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പ്രസിഡൻറ്റിന് പവർ കൊടുത്ത ഒരു ആർട്ടിക്കിളാണ് 372A എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ചോദ്യം, ആസാമിന് സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുത്തുകൊണ്ടുള്ള ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ 371B ആണ് ആർട്ടിക്കിൾ കേട്ടോ. ആസാമിന് സ്പെഷ്യൽ പ്രൊവിഷൻ 371B. ഭരണഘടന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലായിരുന്നു സ്റ്റേറ്റിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. ABCD എന്നുള്ളതായിരുന്നു ഡിവിഷൻ അല്ലേ. പിന്നെ പാർട്ട് D സ്റ്റേറ്റായിട്ട് ഉണ്ടായിരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാർ ഐലാൻഡുകളായിരുന്നു പാർട്ട് D ആയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. പാർട്ട് B സ്റ്റേറ്റ് ഭരിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ സി ആണ്, രാജപ്രമുഖാണ് കേട്ടോ. അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയതുകൊണ്ടാണ് പോകുന്നത്. പാർട്ട് A സ്റ്റേറ്റ് ഏതായിരുന്നു എന്നുള്ളത് ചോദിച്ചാൽ അത് ബ്രിട്ടീഷ് പ്രൊവിൻസസ് ആയിരുന്നു അല്ലേ, ഓപ്ഷൻ ബി. അടുത്തത് പാർട്ട് C സ്റ്റേറ്റ് ഭരിച്ചിരുന്നത് ചീഫ് കമ്മീഷണേഴ്സോ അല്ലെങ്കിൽ ലഫ്റ്റനൻറ്റ് ഗവർണേഴ്സോ ആയിരുന്നു കേട്ടോ. പിന്നെ ABCD അബോളിഷ് ചെയ്ത അമെൻമെൻറ്റ് 7th ആണ്. അടുത്ത ചോദ്യം, പാർട്ട് 7 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം പാർട്ട് B സ്റ്റേറ്റുകളെ കുറിച്ചാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പാർട്ട് 7 റിപ്പൽ ചെയ്തത് 7th അമെൻമെൻറ്റിലായിരുന്നു. 7th അമെൻമെൻറ്റിൽ റിപ്പൽ ചെയ്ത ഭാഗമാണ് ഭാഗം 7. ഭാഗം 7 തന്നെയാണ്, അത് കണക്ട് ചെയ്യാം. പഠിച്ച കാര്യം തന്നെയാണ്, വീണ്ടും ചോദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു പരിചയമാവുമല്ലോ എന്ന് കരുതിയാണ് കേട്ടോ. അപ്പോൾ 7th അമെൻമെൻറ്റിന് ശേഷം സ്റ്റേറ്റ്സ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിലായിരുന്നു ഡിവിഷൻ. ആൻഡമാൻ നിക്കോബാർ പാർട്ട് Dയിലായിരുന്നു മുൻപ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്താണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓരോ എക്സാമിന് ചോദിച്ചതായതുകൊണ്ട് അതിൻ്റെ അണ്ടറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എക്സാം ഏതാണെന്നുള്ളത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് പോവുക. സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അത് ഓരോ എക്സാമിനനുസരിച്ച് ഇങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. 2-3 സ്റ്റേറ്റ്സിന് ഒരു ഗവർണർ ആവാം എന്ന് പറഞ്ഞ അമെൻമെൻറ്റ് ഏതാണ്, പിന്നെ 153 ചേഞ്ച് വരുത്തിയ അമെൻമെൻറ്റ് ഏതാണ്, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ 7th അമെൻമെൻ്റ് ആണ് കേട്ടോ. ആർട്ടിക്കിൾ 258A എന്താണ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇൻസേർട്ട് ചെയ്ത അമെൻമെൻറ്റ് ഏതാണ് എന്നുള്ളതാണ് അടുത്തത്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത ഓരോരോ ഡിഗ്രി പ്രിലിംസിൻ്റെയും മറ്റ് ക്വസ്റ്റ്യൻസാണ്. റിപ്പീറ്റിംഗ് ആണ് ക്വസ്റ്റ്യൻസൊക്കെ, ഒന്നുകൂടെ നോക്കുക. പിന്നെ ഇതാ രാജ്യപ്രമുഖ് പദവി ഒഴിവാക്കിയ അമെൻമെൻറ്റ് ഏതാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. 7th അമെൻമെൻറ്റ് ബാധിച്ച ഷെഡ്യൂൾ ഏതാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഷെഡ്യൂളാണ്. ഫസ്റ്റ് ഷെഡ്യൂളിൽ ABCD നീക്കം ചെയ്തിട്ട് അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല, ഒബിളിഷ് ചെയ്തതാണ്. പിന്നെ നമ്മളെ യൂണിയൻ ടെറിട്ടറീസ് ഏത് അമെൻമെൻറ്റാണ് ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളാണ് 7th അമെൻമെൻറ്റിൽ മാറ്റം വരുത്തിയത്. പിന്നെ ഫസ്റ്റ് ഷെഡ്യൂളിലെ മാറ്റം യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എന്നാക്കിയത് ഒക്കെ ഓർത്ത് വെക്കുക. ഈ യൂണിയൻ ടെറിട്ടറീസിൻ്റെ ഭരിക്കുന്നത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. പ്രസിഡൻ്റാണ് കേട്ടോ. അപ്പോൾ 7th അമെൻമെൻറ്റിന് ഇങ്ങനെ ഓർത്ത് വെക്കാം. 14 സ്റ്റേറ്റുകൾ പുതിയതായിട്ട് വന്ന അമെൻമെൻറ്റ്, 7th അമെൻമെൻറ്റ് 14 സ്റ്റേറ്റ് വന്ന അമെൻമെൻറ്റ് എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ റീഓർഗനൈസേഷൻ എന്നുള്ളതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.